വീഡിയോയിലൂടെ വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവലർ തന്നെയാണ് ഗൈസ്. ട്രാവലർ ഊട്ടിയിലോ കൊടൈക്കനാലോ അങ്ങോട്ട് ടീച്ചർമാരുമായിട്ട് പോയ ട്രാവലർ ആക്സിഡൻ്റായി അവരെല്ലാം മരിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലേ. അപ്പോൾ അതിലെ ഡ്രൈവർ ചെറുക്കം 10-29 വയസ്സുണ്ട്, കൊച്ചു പയ്യനാണെന്ന് പറയാം. അപ്പോൾ അവന് ഒരു കുറച്ച് അത്യാഹിത ആപത്തുകളോടെ അവൻ രക്ഷപ്പെട്ടു. അവൻ മാത്രമേ, അവനും വേറെ ആരോ ഒരാളുകൂടി രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാവരും തീർന്നു, സ്പോട്ട് ഔട്ട് ആണെന്ന് നമുക്കറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചർച്ചാ വിഷയങ്ങൾ. മനസ്സിലായി, ട്രാവലിന് ബ്രേക്ക് കിട്ടത്തില്ല, ട്രാവൽ റൂട്ടിക്കാൻ അറിയത്തില്ല, ട്രാവൽ റൂട്ടിക്കേണ്ട അങ്ങനല്ല ഇങ്ങനല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. സംഭവം നമുക്കൊന്ന് പരിശോധിക്കാം, എന്തുമായിരിക്കും അവിടെ സംഭവിച്ചത്. ട്രാവലറിൽ 21-22 വയസ്സുള്ള പയ്യൻ മാത്രം ഡ്രൈവർ, മനസ്സിലായ? ബാക്കിയെല്ലാം ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന് മുമ്പ് ഇവൻ ഷോ കാണിച്ച്, ഇവൻ്റെ സ്കില്ലെടുത്തേ, ഇവൻ സ്കില്ല് കാണിച്ചത്. ഷോ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഷോ ഓഫ് കാണിച്ചാണ്, മനസ്സിലായ? ഇയാൾ ഈ ഇറക്കത്ത് അത്ര ഹെയർ പിന്ന് വളവുകൾ ഇയാൾ ഓടി വരേണ്ട ഇറക്കത്ത് ഇയാൾ ഇടയ്ക്ക് ന്യൂട്രൊക്കെ അടിച്ച് വെച്ച് അറത്തി വന്നതാണ്. അങ്ങനെ ന്യൂട്രടിച്ച് വരാൻ പറ്റത്തില്ല. ആ ഇറക്കം അതിനൊക്കെയുള്ള ഇറക്കം. ഒരു 100 മീറ്റർ കഴിയുമ്പോൾ അടുത്തിറക്കം, പിന്നെ ഒരു 200 മീറ്റർ കഴിയുമ്പോൾ അടുത്തിറക്കം, ഇങ്ങനെ ഹെയർ പിന്ന് വളവുകളാണ് മൊത്തം. അപ്പോൾ അവിടെ ന്യൂട്രടിച്ച് വരാമെന്നുള്ള ഒരു പ്രസ്താവന പലരുടെയും കമൻറ്റുകളിൽ നമ്മൾ കണ്ടത് തീർച്ചയായും തെറ്റായിട്ടുള്ള കാര്യം. അവിടെ ന്യൂട്രടിച്ച് വരാൻ പറ്റത്തില്ല. ഓൾറെഡി അപ്പം ഗിയറിലായിരിക്കും വണ്ടി ഇറങ്ങി വന്നത്, ഗിയറിലായിരിക്കും. ചിലപ്പോൾ ജസ്റ്റ് അവൻ തേർഡ് ഗിയർ ആക്കേണ്ട ഗിയർ ചിലപ്പം 4th വീണ് 5th നിന്ന് 3rd ഇടണമായിരുന്നു ഗിയർ. അത് 4th വന്ന് വണ്ടി നിയന്ത്രണം വിട്ട് എതിരെ വണ്ടി വല്ലതും വന്ന് കയറി വന്നതാണ് കേട്ടോ ചെറുക്കൻ്റെ. സ്പോട്ടിൽ നമ്മളില്ല ഇത് കാണാനൊന്നും, നമ്മൾ പറഞ്ഞെല്ലാം പറ്റും. അപ്പം എതിരെ വണ്ടി വന്നപ്പോൾ അളിയും വലത്തോട്ട് വെട്ടിച്ച കുക്കലോട്ട് ചാടി, അതാണ് സംഭവിച്ചത്. അല്ലാതെ ഈ പറയുന്ന കണക്ക് ടീച്ചർമാരുടെ മുമ്പിൽ അവൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രടിച്ച് സ്പീഡിൽ പോയി കാണിച്ചത്. സ്വന്തം ജീവൻ വെച്ചോണ്ടാണോ അവൻ സ്പീഡിൽ പോയി കാണിച്ച് ഷോ ഓഫ് കാണിക്കുന്നത്? ആ ഒക്കെ കണ്ട അവൻ വിറച്ചായിരിക്കും ആ വണ്ടി ഓടിച്ചത്, മനസ്സിലായ? അത് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു പയ്യനാണ്. ബ്രേക്ക് ചവിട്ടി അവൻ ഇറക്കിയപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഷൂ പഴുത്ത് ചൂടായിട്ട് ബ്രേക്ക് കിട്ടാതെയാണ് വണ്ടി ആക്സിഡൻ്റ് ആവാനുണ്ടായ സാഹചര്യം, മനസ്സിലായ? അല്ലാതെ നീയൊക്കെ പറയുന്നത് ന്യൂട്രടിക്കാതെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, ന്യൂട്രടിച്ചെങ്കിൽ തന്നെ ആയിരിക്കാം. ന്യൂട്രടിച്ചാൽ പിന്നെ ബ്രേക്ക് ഫുള്ള് കണ്ടീഷൻ നമ്മൾ നോക്കണമല്ലോ. മാനുവലി അല്ല, ലിറ്ററലി ആ ബ്രേക്ക് പാഡ് പഴുത്തിരിക്കുന്ന ബ്രേക്ക് പാഡ് പിന്നെയും ചവിട്ടിയ ബ്രേക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ അത് മാറ്റി മാനുവൽ മോഡിൽ നിന്നും മാറ്റി പിന്നെ വണ്ടിയുടേതായിട്ടുള്ള ഒരു എൻജിൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ ട്രാവൽ ഓട്ടിക്കുന്ന ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ ഇനി ആരെങ്കിലും സുഹൃത്തുക്കളോ ആരോ ആയിക്കോട്ടെ, നിങ്ങളാരോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ടൂറിന് പോകാനോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറുമായിട്ട് പോകുക. ഒരു 25-28 വയസ്സിന് മേപ്പോട്ട്, അല്ലെങ്കിൽ 30 വയസ്സ്, ഓക്കെ 30 വയസ്സിന് മേപ്പോട്ട്, അതായത് അവർക്കൊരു 10 വർഷത്തിൽ എക്സ്പീരിയൻസ് വരും. ഇത്രയും വർഷം 30 വയസ്സിന് മേപ്പോട്ടുള്ള ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പയ്യന്മാരെ കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ പറയാൻ സത്യമായിരിക്കാം, അയാൾ ഷോ കാണിക്കാൻ നോക്കി കാണും, മനസ്സിലായ? അങ്ങനെ ആക്സിഡൻറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ ഒരു ട്രാവൽ ഓടിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ടൂർ പോകുന്ന വണ്ടിയല്ല, ഞാൻ ഓടിക്കുന്നത് ആംബുലൻസാണ്. അത് 130 കിലോമീറ്റർ സ്പീഡിൽ വരെ ഞാൻ ഓടിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഓടിക്കാമെന്ന് ആംബുലൻസ് എന്ന നിലയിൽ നോൺ റെസ്ട്രിക്ഷൻ 80-90 നിങ്ങൾ സാധാ വണ്ടിക്കുള്ള റെസ്ട്രിക്ഷനാണ്. നമ്മുടെ ഈ റോഡിൽ കൂടെ നമ്മൾ 100-130 പോകുന്ന വണ്ടി എങ്ങനെയൊക്കെ എന്നാലും നമ്മൾ ചവിട്ടിനടുത്ത് ചവിട്ടും. ഒരു വണ്ടിയിൽ നമ്മൾ ഇന്നേരം ഇടിച്ചിട്ടില്ല, മനസ്സിലായോ? എവിടെയും ഇടിച്ചിട്ടില്ല, വണ്ടി ആക്സിഡൻറ്റും ആയിട്ടില്ല. അത് നമ്മുടെ വലിയ പൊങ്ങച്ചം കൊണ്ടൊന്നും പറയല്ല. ചിലപ്പോൾ ഇതിപ്പോൾ പറഞ്ഞിട്ടില്ലപ്പോൾ നാളെ ആക്സിഡൻറ്റ് ഉണ്ടാവും. വണ്ടി ആകുമ്പോൾ തട്ടും മുട്ടും, അതൊക്കെ സത്യമാണ്. പക്ഷേ അങ്ങനൊന്നും പറഞ്ഞ് മണ്ടന്മാരാക്കരുത് മനുഷ്യന്മാരെ, കേട്ടോ. എനിവേ, പുതിയൊരു വീഡിയോയുടെ പിന്നെ വരാം. ഓക്കെ, ബൈ.